എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് മട്ടാഞ്ചേരിയിലെ ജൂ ടൗണിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ജൂ ടൗണിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോവാം. ബിനാലെ നടക്കണ്ട കേട്ടോ. സ്റ്റുഡൻസ് ബിനാലെ 2024. ഇപ്പോൾ ഇവിടെ ഉണ്ടാ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ചരിത്രപ്രസിദ്ധമായ മട്ടാഞ്ചേരിയിലെ ജൂ ടൗൺ റോഡിലൂടെയാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കഥകളും സംസ്കാരങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ പക്ഷേ വളരെ പ്രത്യേകമായ ഒരു തെരുവാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യഹൂദർ കൊച്ചിയിൽ കുടിയേറി ഇവിടെ താമസമാക്കിയിരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ സംരക്ഷണത്തോടെയാണ് ഈ പ്രദേശം വളർന്നത്. ഇവിടെ ജൂ ടൗണിൻ്റെ തെരുവുകൾ നിറഞ്ഞിരിക്കുന്നത് ആൻറ്റിക് കടകളും പഴയ വാസ്തുവിദ്യയുമാണ്. പല സംസ്കാരങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു അപൂർവ ഉദാഹരണമാണ് മട്ടാഞ്ചേരി. ഇന്ന് ജൂ ടൗൺ ഒരു പൈതൃക സ്മാരകവും ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട സ്ഥലവുമാണ്.
ഇവിടെ ഇതേപോലെ മ്യൂസിയം ഹോട്ടലുകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനഗോഗ് ലൈനിലേക്കാണ്. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗുകളിൽ ഒന്നായ പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മട്ടാഞ്ചേരിയിലെ സിനഗോഗ് ലൈൻ, പരദേശി സിനഗോഗിലേക്കുള്ള ചരിത്രപാത. ചെറിയൊരു വഴിയാണെങ്കിലും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ ഇതിലടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് ഇവിടെ യഹൂദ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അവരുടെ വീടുകളും കടകളും ചേർന്നാണ് ഈ ലൈൻ രൂപപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗിൻ്റെ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തനക്ഷമമായ യഹൂദ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഇത്. പരദേശി എന്ന വാക്കിനർത്ഥം വിദേശത്തു നിന്ന് വന്നവർ എന്നാണ്. ഈ സ്ഥലം ഇവിടെ സ്ഥാപിച്ചത് സ്പെയിൻ, പോർച്ചുഗൽ, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ യഹൂദരാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 450 വർഷത്തിലേറെ പഴക്കമുള്ളതും കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനവുമായ സിനഗോഗിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ജൂത സമൂഹത്തിനു വേണ്ടി 1568 സെഫാർഡിക് അല്ലെങ്കിൽ പോർച്ചുഗീസ് ജൂതന്മാരാണ് ഈ സിനഗോഗ് ഇവിടെ നിർമ്മിച്ചത്. സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിൻ്റെ ഘടന. ജെറുസലേം അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് അഥവാ സാങ്ച്വറിയിലേക്ക് കടക്കുമ്പോൾ പ്രവേശന കവാടത്തിലെ 2 പിച്ചള തൂണുകൾ സോളമൻ്റെ ക്ഷേത്രത്തിലെ തൂണുകളുടെ പ്രതീകമാണ്. സിനഗോഗിൻ്റെ അകത്ത് മധ്യഭാഗത്തായി കാണുന്ന ഉയർന്ന വേദിയാണ് ബീമ. ഇവിടെയാണ് തോറ വായന നടത്തുന്നത്. സാങ്ച്വറിയുടെ പ്രധാന ഭാഗമാണ് ആരോൺ കൊദേഷ് എന്ന് വിളിക്കുന്ന വിശുദ്ധ അറ. ഇവിടെയാണ് യഹൂദരുടെ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമായ തോറ സ്ക്രോളുകൾ സൂക്ഷിക്കുന്നത്. ആരോൺ കൊദേഷിനെ മറച്ചിരിക്കുന്ന ചുവന്ന തിരശീലയാണ് പാരോഗൻ. ഇതാണ് ചൈനയിലെ കാൻഡണിൽ നിന്ന് വാങ്ങിയ ബ്ലൂ വില്ലോ പാറ്റേൺ ടൈൽസ്. കൊമേഴ്ഷ്യൽ പെയിന്റുകളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഓരോ ടൈലുകളിലും ഇലകൾ, പൂക്കൾ, പഴങ്ങൾ, വേര് തുടങ്ങിയ സസ്യഭാഗങ്ങളിൽ നിന്നാണ് വർണ്ണങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഇതുപോലെ മൊത്തം 1200 ടൈലുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സാങ്ച്വറിയിൽ തൂങ്ങി നിൽക്കുന്ന നിറമുള്ള ഗ്ലാസ് വിളക്കുകൾ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും അടയാളങ്ങളാണ്. പല വിളക്കുകളും കുടുംബങ്ങളുടെ സംഭാവനകളാണ്.
ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ ജൂ ടൗണിലെ കാഴ്ചകളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.